ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും കുറച്ച് മൂവീസ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിലോട്ട് പോകാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഷൈനികം നായനായിട്ടുള്ള ആദ്യത്തെ ഒരു തമിഴ് ചിത്രമാണ് മദ്രാസ്കാരൻ. ബാലി മോഹൻദാസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഷൈനികത്തോടൊപ്പം തന്നെ കലൈരസനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും മലയാളത്തിലെ പോലെ തമിഴ്നാട്ടിലും അദ്ദേഹത്തിന് നല്ലൊരു സിനിമയായി മാറട്ടെ ഈ ചിത്രമെന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെയും ഒരു തമിഴ് ചിത്രം വരാൻ പോകുന്നു. ഗരുഡൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതിൽ ശശികുമാറും സൂര്യയൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇതിലെ കഥ നമ്മുടെ വെട്രിമാൻ്റെ ആണ്. എന്തായാലും നല്ലൊരു പടമായി മാറട്ടെ. എന്തായാലും ഉണ്ണിമുകുന്ദൻ വെട്രിമാൻ്റെ കഥയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. എന്തായാലും ആ ചിത്രവും ഗംഭീരമാകട്ടെ. നമ്മുടെ ശിവ സംവിധാനം ചെയ്ത് സൂര്യൻ നായനായിട്ടുള്ള പുതിയ ചിത്രമാണ് കങ്കുവ. ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഒക്കെ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സൂര്യയുടെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ VFXും എഡിറ്റും അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ. അതുപോലെ തന്നെ അയലാൻ എന്ന ചിത്രത്തിൻ്റെ VFX ടീം ഈ ചിത്രത്തിൻ്റെ VFXിൻ്റെ വർക്കിനായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടീസറൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. ഇത് മാർച്ചിലാണ് ടീസർ പുറത്തുവിടാൻ ഈ കങ്കുവ ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ചിത്രം റിലീസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ടീസറും കാര്യങ്ങളും ഒക്കെ വരും. അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വരും ദിവസങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ രജനീകാന്തിൻ്റെ പുതിയ ചിത്രമായ വേട്ടയ്യ. ജ്ഞാനവേലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഫെബ്രുവരിയോടുകൂടി പൂർത്തിയാക്കിയിട്ട് ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ ചിത്രം റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രജനീകാന്തിൻ്റെ ഒരു കിടുക്കൻ പടമായി തീരാൻ ചാൻസ് ഉള്ളൊരു പടമാണ്. ഇത് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നതായിട്ട് തോന്നുന്നത്. എന്തായാലും ഫെബ്രുവരിയിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് കാരണം കിട്ടുന്ന റിപ്പോർട്ടാണ്. ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നുമല്ല. കിട്ടിയ റിപ്പോർട്ട് വഴി ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിൽ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ വിശ്വാസമാകാം. ഓക്കെ, നമ്മുടെ രാജമൗലിയുടെ പുതിയ ചിത്രത്തിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഒരുപാട് ആരാധകർ. അപ്പം അതിന് ഏകദേശമൊക്കെ ഒരു തീരുമാനമായിക്കൊണ്ട് അദ്ദേഹത്തിന് പുതിയ ചിത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ അദ്ദേഹം. മഹേഷ് ബാബു ആണ് ചിത്രത്തിൽ നായകനായിട്ട് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ മഹേഷ് ബാബു ജർമ്മനിയിലോട്ട് പോയിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 എന്നീ 2 ഭാഗങ്ങളായിട്ടായിരിക്കും ചിത്രം വരാൻ പോകുന്നത്. 1000 കോടി ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പം രാജമൗലിയുടെ ബ്രഹ്മാണ്ഡമായ ചിത്രം വരാൻ പോകുന്നു. എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ മലയക്കൊട്ട വാലിബൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ജനുവരി 25-നാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം ടിക്കറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പ്രീ സെയിൽ കളക്ഷനായിട്ട് വേൾഡ് വൈഡ് തന്നെ 3 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ട് സിനിമ റിലീസ് ചെയ്യാനായിട്ട്. ഇപ്പോഴും തന്നെ 3 കോടി കളക്ഷൻ, അതായത് പ്രീ സെയിൽ കളക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ജനുവരി 25-ന് ചിത്രം റിലീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ആനിമൽ ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രം OTTയിൽ ഒരുങ്ങാൻ പോകുന്നു. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ജനുവരി 26-ന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 മണിക്കൂറുണ്ട്. ദൈർഘ്യമുണ്ട് എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും പൊളിക്കുക. കട്ടിങ് അല്ലാത്ത കുറേ സീനുകളൊക്കെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ജനുവരി 26-ന് നെറ്റ്ഫ്ലിക്സ് വഴി ആനിമൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എമ്പുരാനാണ്. എമ്പുരാൻ്റെ ഈ മാസം 2ാമത്തെ ഷെഡ്യൂൾ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് അതിൻ്റെ കുറച്ച് സ്റ്റില്ലൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളായിരിക്കും സെക്കൻഡ് ഷെഡ്യൂൾ കൂടുതലും കാണുന്നത്. ഒരുപാട് വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ജനുവരി തൊട്ട് പുതിയ സെക്കൻഡ് ഷെഡ്യൂൾ എമ്പുരാൻ്റെ തുടങ്ങുകയാണ്. പിന്നെ വേറൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹനുമാൻ. പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം 150 കോടി കളക്ട് ചെയ്തിരിക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷനായിട്ടൊക്കെ ഭയങ്കര വിജയമാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഇപ്പം ഈ ശനിയും ഞായറും ഒക്കെ സമയത്ത് ഒന്നും കൂടെ ഇതിൻ്റെ കളക്ഷൻ കൂടാനാണ് ചാൻസ്. എന്തായാലും 150 കോടി നേടിക്കൊണ്ട് ഹനുമാൻ മുന്നേറുകയാണ്. അപ്പം ഇന്നത്തെ അപ്ഡേറ്റുകളൊക്കെ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.